മനസ്സിലാം. മോഹൻലാലിൻ്റെ എമ്പുരാൻ 50 കോടി കടന്നിരിക്കുന്നു. ആദ്യ വീക്കെൻഡ് പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ സിനിമ മിന്നുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. റെക്കോർഡ് കളക്ഷൻ എന്നാണ് പറയാനുള്ളത്. ഇതുവരെ ഒരു മലയാള സിനിമ ചിന്തിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ പോകുന്ന ഈ ഒരു സിംഹത്തെ നമ്മൾ പിടിച്ചു കെട്ടാൻ കഴിയില്ല എന്നുള്ള ലെവലിൽ തന്നെയാണ്. വരുന്ന ദിവസങ്ങളിൽ റെക്കോർഡുകൾക്ക് മേലെ റെക്കോർഡ് ഇട്ട് സിനിമ കുതിച്ചു പായുമെന്നുള്ളത് ഉറപ്പാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 7500 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. ഇവിടെ ഇന്നലെ വന്ന റിപ്പോർട്ടുകൾ, അതായത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വന്ന വീക്കെൻഡ് കളക്ഷൻ റിപ്പോർട്ടുകളിൽ ഇപ്പോൾ വരുന്നത് ഗംഭീരമായിട്ടുള്ള റിപ്പോർട്ട് തന്നെയാണ്. വേറെ ഒന്നുമല്ല, 50 കോടി ഈ ഒരു സിനിമ വേൾഡ് വൈഡായിട്ട് നേടിയിരിക്കുന്നു. മൊത്തത്തിൽ 53 കോടിയോളമാണ് സിനിമ നേടിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിദേശ രാജ്യത്ത് നിന്നും മാത്രമായിട്ട് ഈ സിനിമ നേടിയിരിക്കുന്നത് 30 കോടിക്ക് മുകളിൽ എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. ജർമ്മനിയിൽ നിന്ന് 4 ദിവസം കൊണ്ട് 2 കോടിയോളം നേടിയെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. കേരളത്തിൽ 10 കോടിയും കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നു. എന്താണെങ്കിലും ഇതൊരു തരംഗമായി മാറുകയാണ്. ഈ ഒരു സിനിമ ഒരു 3 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് 50 കോടി അടിക്കുമോ എന്നുള്ള ചോദ്യമായിരുന്നു റിലീസുകൾക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അപ്ഡേറ്റുകൾ വരുന്നതിനൊക്കെ മുമ്പുണ്ടായിരുന്നെങ്കിൽ, പിന്നീട് നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത വഴികളിലൂടെയാണ് സിനിമ കുതിച്ചു പായുന്നത്. ഇന്ന് 50ഉം കടന്ന് 53 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി 3 ദിവസങ്ങൾ ബാക്കി നിൽക്കുന്നു സിനിമ റിലീസ് ചെയ്യാൻ. എന്തായാലും ആദ്യ ദിനം സിനിമ 100 കോടി അടിക്കുമോ എന്നുള്ള ചോദ്യത്തിലേക്ക് തന്നെ എത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും 75 കോടിയിൽ കുറഞ്ഞ ഒരു എമൗണ്ടും നമ്മൾ കാണുന്നില്ല എന്ന് തന്നെ പറയാം. ആ റേഞ്ചിലേക്ക് തന്നെ സിനിമ എത്തുമെന്നുള്ളതാണ്. ഇവിടെ ടിക്കറ്റുകൾ കിട്ടാനില്ല, തിയേറ്ററുകൾ കൂട്ടണം എന്നുള്ള ആ ഒരു അഭ്യർത്ഥന പലരും പറയുന്നു. ഏർലി മോർണിംഗ് ഷോസിന് വേണ്ടി ട്രൈ ചെയ്യുന്നു. ഒരു പക്ഷേ ആദ്യ ദിനമില്ലെങ്കിൽ 2, 3, 4 ദിനങ്ങളിൽ ഓൾറെഡി കൺഫേം ആയിരിക്കുന്നു ഏർലി മോർണിംഗ് ഷോസ്. അത് ആദ്യ ദിനത്തിലും എത്തിക്കഴിഞ്ഞാൽ അത് ഒരു സംഭവം തന്നെ ആയിരിക്കുമെന്ന് തന്നെ പറയാം. ഇതിനോടകം തന്നെ ഇന്ത്യയേക്കാൾ കൂടുതൽ കളക്ഷൻ, കേരളത്തിനേക്കാൾ കൂടുതൽ കളക്ഷൻ പുറത്തുനിന്ന് വരുമ്പോൾ അതൊരു റെക്കോർഡ് തന്നെയാണ്. സാധാരണഗതിയിൽ കേരളത്തിനൊപ്പം തന്നെ നിൽക്കുന്ന കളക്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞെട്ടിക്കുന്ന കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വാർത്തകളും റിപ്പോർട്ടുകളുമായി വരാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.